വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെങ്ങനെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം നവരാത്രി ഡേയ്സ് നടക്കുവാണല്ലേ. അപ്പോൾ കുറേ നാളായിട്ട് പത്മനാഭൻ്റെ അവിടെ പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്, ഇതുവരെ നടന്നില്ല. ഇന്നിപ്പോൾ സൺഡേ ആണ്, എനിക്ക് വർക്കും ഉണ്ട്, പക്ഷെ അതിന് മുന്നേ ഞാൻ പോകാമെന്ന് കരുതി. പിന്നെ ടൈം കിട്ടുവാണെങ്കിൽ അവിടെയുള്ള കുതിരമാളികയിലും കൂടെ കയറുന്നതായിരിക്കും. സോ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ ഐറ്റിനറി. സോ നമുക്ക് വൈകാതെ തന്നെ ലെറ്റ്സ് ഗെറ്റ് ടു ദിസ് വീഡിയോ. നവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ ഡാൻസും മറ്റു പരിപാടികളും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിവിടെ വരുമ്പോൾ കുട്ടികളിവിടെ ഒരുങ്ങി നിൽക്കുന്നത് നമുക്കിവിടെ കാണാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പതിവിൽ കൂടുതൽ തിരക്കുണ്ട്. നവരാത്രി തിരക്കുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകണമല്ലോ. സോ കുമാരസ്വാമി അവർ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇനി ചെന്തിട്ടയും ആര്യശാലയാണ് ഉള്ളതെന്ന് പറയുന്നത്. അത് കൂടാതെ പൂജപ്പുരയിൽ നമുക്കറിയാമല്ലോ, അവിടെ ഇപ്പം കാവടിയും കാര്യങ്ങളും നടക്കുകയാണ്. അപ്പം സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠ ഇവിടെ തൊഴാനായിട്ട് തന്നെ ഒരു സ്പെഷ്യൽ ക്യൂ ഉണ്ട്. അത് കറക്റ്റ് നമ്മുടെ ഈ മെയിൻ അമ്പലത്തിന്റെ സൈഡിലുള്ള ഈ ഒരു അമ്പലത്തിലാണ്. അതിന്റെ ഒരു വലിയ ക്യൂ തന്നെ ഉണ്ട്. കുതിരമാളിക കഴിഞ്ഞാലുള്ള ഒരു സ്പേസ് ആണ് ഇവര് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോ എന്തായാലും അമ്മച്ചി വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. കാരണം അവിടെ അടുക്കാൻ കഴിയുന്നില്ല. ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ടും അതുപോലെ തന്നെ നവരാത്രിയുടെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് വന്നു. ഇത് തൊട്ടടുത്ത് തന്നെയാണ്. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അമ്മച്ചി വീടെന്ന് പറഞ്ഞിട്ട്. നമുക്ക് എന്തായാലും നോക്കാം. നമ്മളെ ചിത്രാലയം, ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചിത്രാലയം. ഞാൻ ഇന്ന് ഇവിടെ ആദ്യമായിട്ടാണ്, ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ് ആദ്യമായിട്ട് കാണുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം ഇവിടെ എന്താണ് പരിപാടി എന്ന്. രംഗമാളിക എന്നാണ് ഒരു പേര് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു കാഫറ്റേരിയ, ഡൈനിങ് സ്പേസ്, അതുപോലെ അവരുടെ ഓഫീസും ഒക്കെ നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ കഴിയും. ഇവിടെ ആൾക്ക് 100 രൂപയാണ് അവർ ടിക്കറ്റ് പറയുന്നത്. പിന്നെ ക്യാമറയ്ക്കാണെങ്കിൽ പ്രത്യേകം ഫീ ഉണ്ടെന്ന് തോന്നുന്നു. സോ എൻ്റെ ഒരു എക്സ്റ്റീരിയർ വരുന്നത് എങ്ങനെയാണ്, അവർ പെയിൻറ്റിങ് കാര്യങ്ങളും പെയിൻറ്റിങ് വർക്ക്സ് എന്തോ നടക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറാണ് ഞാൻ ഈ കാണിച്ച ഒരു സ്പേസ്. അവിടെ നമുക്ക് നേരെ എങ്ങനെ കയറാം.